നാക്കും ചുണ്ടും നല്ലതല്ല. പ്രശ്നമായിട്ടാ വരുന്നേ. അവിടെ നടന്നതും ഇവിടെ നടന്നതും അവര് നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. അടുത്തത്, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളും. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടും, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രം. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജനനദി ആരംഭിക്കുന്നു. അപ്പോൾ ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ ഇവര് മിസ്രൈമിൽ ചെന്നു. യോസഫിന്റെ കാലത്ത് അവിടുന്ന് പുറപ്പെട്ടു. മോശെ മുഖാന്തരം ഇവരെ പുറപ്പെടുവിച്ച് 40 വർഷം ഇവരെ മരുഭൂമിയിൽ കൂടി നടത്തി. 40 നടക്കേണ്ട കാര്യമില്ല. ഈ 40 വർഷം ഇവരെ നടത്താനുള്ളതിന്റെ കാരണം എല്ലാവർക്കും യോജിക്കുകയില്ലെങ്കിലും വായും ചുണ്ടും നല്ലതല്ല. അതുകൊണ്ടായി കിടന്ന് നമ്മളോട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ. ഈ നാവിന്മേലാ ജീവനും മരണവും. ചിലരോട് നമ്മൾ ചോദിക്കല്ലേ, എങ്ങനെയുണ്ട് അമ്മാമ്മ അസുഖം? ഓ, അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ. ഈ രോഗം വന്ന അങ്ങനെ ആ മോളിക്കുട്ടി പെട്ടെന്നൊന്നും നിന്റെ ആയുസ് മാറുകയല്ല. നിന്റെ വായുന്നല്ലേ വന്നത്, വന്നാൽ അങ്ങനെ എന്നിട്ട് ഒടുവിൽ പറഞ്ഞല്ലോ, എന്നെയും കൊണ്ട് നിന്നെയും കൊണ്ട് തന്നെ പോവും. നാക്കും ചുണ്ടും നല്ലതല്ല. ദൈവമക്കൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഈ രോഗം മാറും, ഈ പ്രശ്നം നീങ്ങും, ഈ പ്രതിസന്ധി മാറും. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ആമേൻ വീര്യം പ്രവർത്തിക്കും. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഇത് യോഗത്തിന് വന്നാലും യോഗത്തിന് ഇരിക്കുമ്പോഴും യോഗം കഴിഞ്ഞു പോകുമ്പോഴും പറയുന്നതല്ല. പറയുന്നത് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ്. ദൈവത്തിന് മഹത്വം. ഇവര് ഈ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നില്ല. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചെന്ന നമ്മുടെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസത്തോടെ കാര്യം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് ഈ 40 വർഷം ഇവരെ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഉഴലുമാറാക്കി, മരുഭൂമിയിൽ ഇങ്ങനെ ഇവരായിട്ട് ചുറ്റിക്കുക. അതിന് മുമ്പേ പറഞ്ഞല്ലോ, നാക്കും ചുണ്ടും നല്ലതല്ല. കാരണം ദേശം ഒറ്റ നോക്കിയേച്ച് തിരിച്ചു വന്ന് നല്ല വർത്താനമാണെന്നോ പറഞ്ഞേ. പിന്നെന്തുവാ? അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. പറഞ്ഞതുപോലെ പറ. നല്ല വർത്താനമാണെന്നോ പറഞ്ഞേ. പിന്നെ എന്നാ വർത്താനമാ? അത് പറഞ്ഞാ നല്ല വർത്തമാനം പറയുകയായിരുന്നെങ്കിൽ 40 കൊല്ലം ഇതിലെ അലയുണ്ടായിരുന്നു.
പറഞ്ഞത് മുഴുവൻ ദുർവർത്തമാനമാ. എന്തുവൊക്കെയാ പറഞ്ഞേ? ഏ ഉം 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 ആടെ ഈ ഉച്ചയ്ക്ക് തറയിൽ ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. ആ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. ഏത് 14-ാന്ന് ഞാൻ പറയത്തില്ല, പുസ്തകമായിട്ട് വല്ല ബന്ധമുണ്ടോന്ന് അറിയാനാ. വായിച്ചു, 1 മുതൽ വായിച്ചു. അതല്ല 14-ന്റെ 1 മുതൽ വായിച്ചു. ഏത് 14-ാ? അത് പുറപ്പാടിലൊന്നുമില്ല. അത് 14 സംഖ്യ അല്ലേ? അത് വായിച്ചു. കള്ളക്കരച്ചില്ല. ചെല്ല സാക്ഷിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പം ദൈവനാമത്തിന് ചുമ്മാതാ, വെറുതെ അല്ല, ചുമ്മാ മോങ്ങുന്നതാ. ഇതും കള്ളക്കരച്ചില്ല. ജനമാ രാത്രി മുഴുവൻ വായിച്ചേ. ആ ആ ആ ഇതൊക്കെയായി പറഞ്ഞത്. പിന്നെ ആ അടുത്തത് ആ കൊള്ളയായി പോകുമല്ലോ. അടുത്തത് ആ ഓടിച്ചു വായിച്ചു. ആ ആ ആ ആ ആ ആട്ടെ, ഈ 14-ാം അധ്യായം മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ ഇവരുടെ സംസാരം നല്ലതല്ല. അവിടെ അനാക്യനുണ്ട്, മല്ലന്മാരുണ്ട്, തൽമായിയുണ്ട്, ശേഷായിയുണ്ട്. വെട്ടുക്കിളി പോലെ തോന്നി, നമ്മളെ ചെറുപ്പമായി തോന്നി, അവര് നമ്മളെ വിഴുങ്ങും, തിന്നു കളയും. ഇങ്ങനെയുള്ള ദുർവർത്തമാനം. സഭയ്ക്കകത്ത് ദുർവർത്തമാനം പറയരുത്. നമ്മൾ ഈ ദുർവർത്തമാനം നോക്കുന്നത് തെറിയും ചീത്തയാന്ന അല്ല, ഇതും അതിന് പെട്ടതാ. നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്ന ദുർവർത്തമാനം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂപ്പള്ളു പറയുന്നതാണ്. ചില പടത്തിൽ അയ്യോ ഞാൻ ഇന്ന് വരെ, അപ്പം വേറെ ഏതാണ്ടെല്ലാം അല്ലേ എന്റെ മറുപടി. ഞാൻ ഇന്ന് വരെ, അപ്പം ഇന്ന് വരെ കേട്ടത് ഒത്തിരി. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ദുർവർത്തമാനം, ദൈവത്തെ വിശ്വസിക്കാതെ വായിന്ന് വരുന്ന ദുർവർത്തമാനമാണ്. ഓ എന്റെ അമ്മാമേ, ഞങ്ങളുടെ വീട് രക്ഷപ്പെടുമെന്ന് എനിക്ക് ദുർവർത്തമാനം. ഓ ഈ കൊച്ചിക്കൊല്ലം തോക്കുവന്ന ദുർവർത്തമാനമാണ്. ഓ അവന്റെ കല്യാണം ഇനി നടക്കുവോന്ന്
ഇതൊക്കെ ദുർവർത്തമാനോ? ഓ, ഈ സഭയിൽ ഇനി ആള് വരുമെന്ന് എനിക്ക്, നീ ഇരിക്കുന്നിടത്തോളം കാലം ഒരെണ്ണം വരികയല്ല. നിന്നെ എന്ന് ഇവിടെ നിന്ന് കെട്ടിയെടുത്ത് കൊണ്ടുപോകാന്ന് ഇതിനകത്ത് ആളും ഉണ്ട്. നിങ്ങളുടെ കാര്യമല്ല, അങ്ങനെ പറയുന്നവരുടെ കാര്യമാണ്. അങ്ങനെ പറയുന്ന ആരേലും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം തന്നെ. ആളിനെ അറിയാവുന്ന തലയിലോട്ട് കൈവച്ചും പറയും നിന്റെ കാര്യം തന്നെയാന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്, നിരാശയുടെ വാക്കൊന്നും പറയരുത്. സഭയ്ക്കകത്ത് വരുമ്പോൾ അന്യോന്യം ധൈര്യപ്പെടുത്തണം. ഒരാളൊരു വിഷയമായിട്ട് വരുമ്പോൾ അയ്യോ ഭാരമേറിയ, ഒന്നും ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാം, ദൈവം വിടിവിക്കും. അതുകൊണ്ട് ദുർവർത്തമാനം പറഞ്ഞാൽ അങ്ങ് ചെല്ലുകയല്ല. അവിശ്വാസം, നിരാശ, പരാജയത്തിന്റെ, ഞാൻ ഒരു ഉപദേശിയുണ്ട്, എന്തു പറഞ്ഞാലും ഇങ്ങനെ പണ്ടപ്പരപ്പ. ഒരു കാര്യം നല്ല രീതി പറയത്തില്ല, ചോദിച്ചാലിട്ട് നേരും ചൊവ്വും പറയുകയില്ല, എല്ലാം വളച്ചു കെട്ടിയാ. എവിടെ പോകുന്നു നമ്മൾ? എവിടെ പോകുന്നു? പോണമെന്നിങ്ങനെ പോകുന്നതല്ലല്ലോ. നമ്മളിങ്ങനെ പോകുമ്പം പോണമല്ലോ. എന്നാ ഇതിനെയൊക്കെ എന്നാ ചെയ്യാനാ? കാര്യങ്ങൾ തീർത്ത് പറയണം. അത് ദുർവർത്തമാനം പറയരുത്. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അന്യോന്യം ധൈര്യപ്പെടുത്തണം. അഥവാ ഒരാള് നിരാശയോടെ വന്നാലും യോഗം കഴിയുമ്പോൾ ധൈര്യത്തോടെ വേണം തിരിച്ചു പോകാൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. എനിക്ക് വേറൊരാളെ അറിയാം, എപ്പ അടുത്ത് വന്നാലും ട്രെയിൻ ഇടിച്ചു, 30 പേര് മരിച്ചു. പ്ലെയിൻ കത്തി 300 പേര്. ഇവൻ ഇത്ര കേസുമായിട്ടേ വരുവുള്ളൂ. ഇന്ന സഭയിൽ അടിയുണ്ടായി. ഒടുവില് പിന്നെ ഇവൻ വരുമ്പോ അങ്ങ് മാറും. ചിലര് ഈ ഞായറാഴ്ച പെയ്ത്തോമി വരുന്നത് പ്രശ്നമായിട്ടാ വരുന്നത്. അവിടെ നടന്നതും ഇവിടെ നടന്നതും, അവര് തെറ്റിയത് ഇവര് തെറ്റിയത്, ഇതുമായിട്ടൊന്നും അല്ല വരേണ്ടത്. നീ ഞായറാഴ്ച വരുമ്പോൾ, ഞാനും നിങ്ങളും വരുമ്പോൾ വിടുതലിന്റെ സാക്ഷ്യവുമായിട്ട് വരണം. കഴിഞ്ഞ ആഴ്ച സുഖമില്ലായിരുന്നു, യേശു സൗഖ്യമാക്കി. കഴിഞ്ഞ ദിവസം വളരെ ഭാരപ്പെട്ടു, വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്തു. കഴിഞ്ഞ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ദൈവം കൃപാവരത്താൽ നിറച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ചിലരെ ദൈവം അഭിഷേകത്തിൽ നിറച്ചു. കഴിഞ്ഞ ആഴ്ച ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള വാക്കും സാക്ഷ്യവുമായിട്ട് വേണം വരാൻ. ദുർവർത്തമാനം പറയരുത്. ഇവര് ഈ ദുർവർത്തമാനം പറഞ്ഞ് ഇവര് പറയാ ഞങ്ങളുടെ പിള്ളേരും ഭാര്യമാരും എല്ലാം കൊള്ളയായി പോകുമെന്ന്. അങ്ങനല്ലേ 2-ാം വാക്യം വായിച്ചേ? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും എല്ലാം വായിന്ന് വരുന്നേ. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങിയാലും നീ ഒരെണ്ണം കേറുകയല്ലെന്ന് പറഞ്ഞു. ആവർത്തനം 1:38 വായിച്ചേ. നിന്റെ ശുശ്രൂഷകനായ അടുത്തത് അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിനത് കൈവശമാക്കി കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനുണ്ട്? പിള്ളേരും ഭാര്യമാരും എല്ലാം കൊള്ളയാകുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഇത് കേട്ടു. മലാക്കിയിൽ അങ്ങനെ വായിക്കുന്നത്, അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ യഹോവ ഭക്തന്മാര് തമ്മിൽ സംസാരിക്കുന്ന യഹോവ. അതുകൊണ്ട് ഭക്തന്മാരെല്ലാം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഭക്തന്മാരെന്നതാ? 13 മുതൽ വായിച്ച ഭക്തന്മാരെന്നാ പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. 3:13.
മലാഖി അവിടല്ലേ ഇപ്പം വായിച്ച ഭക്തന്മാരുടെ കാര്യം. ആ കണ്ണിക തുടങ്ങുന്നത് മുതല് നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ദൈവജനത്തോട് നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമാ. പിന്നെ ഉടനെ ഇവർ ചോദിക്കുക, ഞങ്ങൾ നിന്റെ നേരെ എന്തുവാ? ഞങ്ങൾ ഇങ്ങനെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, വിക്ടറി, ജീസസ്, ഇങ്ങനെയൊക്കെയാ ഞങ്ങള് പറയുന്നേ. വന്നപ്പം മുതൽ അങ്ങനെ ഞങ്ങൾ പറയുന്നേ. താങ്ക് യു ലോർഡ്. അത് എഴുതാനും വായിക്കാനും അറിയാൻ മേലാത്ത അമ്മ ഇരുന്ന് പറയും താങ്ക് യു. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ഇവര് പറയുക ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്പരാൻ പറഞ്ഞ അല്ല. അപ്പൊ ഇവരൊക്കെ ഞങ്ങൾ നിന്റെ നേരെ എന്തുവാ ഇത്ര കഠിനമായി പറയുന്നത്? അടുത്ത വാക്യം, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന്. അടുത്തത് ഇതാ ഇവര് പറയുന്നത്, ഇവരുടെ വാക്ക്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. എന്റെ ജോലിക്കുട്ടി ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണ്ടെന്ന് പോലും ഞാൻ പറ. ചിലപ്പോ ഓർക്കും ഇതെല്ലാം കൊണ്ട് കിട്ടിറങ്ങിയേച്ച് എന്നോട് ആരാ പറഞ്ഞു ഇറങ്ങ? സ്തോത്രം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഇവര് പറയുന്നതാ. പാസ്റ്റർമാര് തമ്മിൽ കൂടുമ്പം എല്ലാവരുടെയും കാര്യമല്ല, ആരൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലര് എന്റെ രാജപാസ്റ്റർ ചിലപ്പോ ചിന്തിക്കും ഇറങ്ങേണ്ട കാര്യം ആ സൗദി ജോലി തന്നെ ചെയ്യുന്നതായിരുന്നു. ഞങ്ങളുടെ പുള്ളിക്കാരി ഇടയ്ക്ക് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, ജോലിയോടുകൂടും നമുക്ക് കർത്താവിന്റെ ഇവരുടെ എല്ലാം ആട്ടും പള്ളും എല്ലാം കേട്ട് ഇത് എത്രയൊന്നും പറഞ്ഞാ കേട്ടിങ്ങനെ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റു പറഞ്ഞോണം. അത് ഞാനാന്നേലും കൊള്ളാം, നിങ്ങളാന്നേലും കൊള്ളാം. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. നമ്മളെക്കാൾ മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ഒക്കെ നിന്നപ്പോൾ അവരെ മാറ്റി നിർത്തിയച്ച ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് മകൻ എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനം ഒന്നും വായിന്ന് വരരുത്. ഇതൊക്കെ ദുർവർത്തമാനമാ. ഇവര് പറയാ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. ഇതുപോലെ ശ്രേഷ്ഠമേറിയൊരു വേല വേറെ ഇല്ല. സ്തോത്രം. അത് വ്യർത്ഥമാണ്. പിന്നെ ഈ ശുശ്രൂഷകൾ നമുക്ക് മാനാപമാനങ്ങളും ദുഷ്കീർത്തിയും സൽകീർത്തിയും അതുള്ളതാ. അതനുഭവിക്കണം, കേൾക്കണം. ചില പറയാനുണ്ട് എനിക്കിതൊന്നും കേൾക്കാൻ മേലെങ്കിൽ ഈ വേല വിട്ടേച്ച്. ഞാൻ ആ ഭാഷ പറയുന്നത് അത്ര നല്ലതല്ലെന്നറിയാം, എന്നാലും അങ്ങ് പറയാ ഇന്നുകൊണ്ട് കട്ടയും പടവും മടക്കി കേൾക്കണം.
ആക്ഷേപിക്കും. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചപ്പം പി ജി മാത്യു സാറിന്റെ അമ്മാവിയപ്പൻ എം ടി മാത്യു അപ്പച്ചനെ മൈക്ക് മാത്താച്ചൻ എന്നാ പറഞ്ഞത്. അച്ചായൻ പറയുമായിരുന്നു, നമ്മള് സുവിശേഷ വേലക്കാര് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ വീട്ടിനകത്തോട്ട് കയറുമ്പോ അവിടെ കാല് തൂക്കുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തുവാ, ആ ആ ചവിട്ടി പോലെ ആയിരിക്കണം. ചിലര് വന്നേച്ച് ഇങ്ങനെ തൂത്തേച്ചങ്ങ് കയറും. ചിലര് അവിടെ വന്നേച്ച് ആ ചള്ളക്കകത്തുള്ള നടന്നേച്ചങ്ങ് ആ ചിലര് ചിലപ്പോ എടുത്തൊന്ന് അടിച്ചെന്നും കൊടയും. ചില പിന്നെ ഒരു മര്യാദക്ക് കൊടയും. ചില പിന്നെ ചെറുതായിട്ട് വലിയ നോകാതൊന്നും. ചില പിന്നെ ഒന്നും അറിയാത്ത പോലെ കയറി അങ്ങ്. ഇതെല്ലാം സഹിക്കുക. ഇതുപോലെ ആ സുവിശേഷ വേലക്കാര്. ഞാനതെന്നും ഓർക്കും. അപ്പച്ചനെ പഠിപ്പിച്ചത് അങ്ങനെ സമർപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് എനിക്കൊന്നും വിഷയവും അല്ല. തൂക്കുന്നവൻ കാണും, എടുത്ത് അടിക്കുന്നവൻ കാണും, കോടയുന്നവൻ കാണും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരമ്മ വന്നപ്പോ അമ്മ അതെടുത്ത് ഞാൻ നോക്കി കസേര ഇരിക്കുക, അടിക്കുക. വേറൊരാളത് എടുത്തേച്ച് വേറെ ചൂലിനടിച്ചു. അതിനാ ഇതുപോലെ ആയിരിക്കണം സുവിശേഷ വേലക്കാര്. ഇതുപോലെ ആയിരിക്കണമെന്ന്. നമ്മളെ അടിക്കുന്നവര് കാണും. പണ്ട് മാങ്ങാനം ജോസഫ് പറയുമായിരുന്നു, മാങ്ങാനം ജോസഫ് ആകുന്ന ഈ തുണി ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് പറയും, ഈ കല്ലേ തല്ലിയാലേ വെളുക്കുവോളെന്ന്. പുള്ളി നല്ല പ്രസവമൊക്കെ ആയിട്ട് തേച്ച് കൊണ്ടിരുന്നപ്പം ഇവര് ചെളിയായിരിക്കും. പുള്ളി ഒന്നും മിണ്ടുകയല്ല. പുള്ളി സ്തോത്രം പറഞ്ഞ് ശുശ്രൂഷിച്ചു. അന്നേരം പുള്ളി അതിങ്ങനാ കൈകാര്യം ചെയ്തത്. മാങ്ങാനം ജോസഫ് ഞാനേ ഒരു ദിവസം പോലും കിടക്കത്തില്ല, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ വീട്ടിൽ അതുപോലെ തന്നെ പോയി. ഒരു കാത്തിരിപ്യോഗം നടത്തി. അന്ന് ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. വിശ്രമിക്കാൻ കയറി വീട്ടിൽ പോയി. നമ്മളാരെയും വിധിച്ചതല്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ ഭയത്തോടെ വേല ചെയ്തു. അതിനാ ഞാനിത് പറഞ്ഞേ. അല്ലാതെ അവരെ ആരെയും വിധിച്ചതല്ല. അതൊക്കെ അയ്യോ അവരും തീർത്തോളും. ഇതൊക്കെ കാണുമ്പോ ഞാനും നിങ്ങളും നല്ലതുപോലെ ഒരുങ്ങിക്കോണം. അപ്പൊ ഈ ശുശ്രൂഷയിൽ മാനാപമാനങ്ങളുണ്ട്, ദുഷ്കീർത്തി സൽകീർത്തിയുണ്ട്, താഴ്ച ഉയർച്ചയുണ്ട്. വിശന്നിരിക്കുകയും ചെയ്യണം, സമൃദ്ധിയിലും. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ദൈവത്തിന് മഹത്വം. ഇവര് വാക്കുകളെല്ലാം അതികഠിനമാ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. പിന്നെ ഞങ്ങൾ അവന്റെ കാര്യം ഇവര് ആവശ്യമില്ലാത്ത വർത്താനായി പറയുന്നത്. ഞങ്ങള് അവന്റെ കാര്യം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമ്മൾ ശരിയായിട്ടൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ശരിക്കൊന്നും വേല ചെയ്യുന്നില്ല. ചെയ്യുന്നെന്ന് നമ്മൾ തന്നെ പറയുക. നമ്മൾ തന്നെ കോഴിയമ്മ നെല്ല് പെറുക്കാൻ പോയി, കോഴിയമ്മ തന്നെ അത് കൊണ്ടുവന്ന്, കോഴിയമ്മ തന്നെ അതെല്ലാം കുത്തി, കോഴിയമ്മ തന്നെ പൊടിച്ചു, കോഴിയമ്മ തന്നെ അപ്പം ഉണ്ടാക്കി, കോഴിയമ്മ തന്നെ. ഇതാ നമ്മുടെ വേല. ഞാൻ എന്നെ പ്രതിയാക്കിയ നമ്മൾ എന്തോ സമയം വേല ചെയ്യുന്നു.
ഞാൻ എപ്പോഴും പറയും, സങ്കീർത്തനത്തിലുണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ. അപ്പം ഒരു മനുഷ്യനെ ഈ ഭൂമിയില് 80 വർഷം ജീവിച്ചാല്, 80 വർഷം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നെന്ന് വെച്ചു. അപ്പൊ എത്ര ദിവസം ജീവിക്കും? 5000 ഉള്ളോ? ചുമ്മാ ഇരിക്കല്ലേ കൂട്ട്, വേറെ ഒരു സ്തോത്രം പോലും പറയുന്നില്ല. ഈ ഒരു സെക്കൻഡ് എത്ര സെക്കൻഡാ മോളെ ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? പേരെന്നാ? 60 മിനിറ്റ്. എത്ര മണി? ഇങ്ങോട്ട് നോക്ക്, മോളോട് തന്നെ എന്ന് ചോദിക്കുന്നുള്ളു. എത്ര മിനിറ്റ് ആ ഒരു ദിവസം? അല്ലോ, എത്ര മണിക്കൂറാ ഒരു ദിവസം? അവിടെ മിണ്ടായിരുന്നാണ് ഞാൻ വേറെ സഹായിക്കുമൊന്നും വേണ്ട. അപ്പൊ എത്ര മണിക്കൂറാ ഒരു ദിവസം? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. അറിയാവല്ലോ എല്ലാം, പിന്നെ എന്നാ പ്രയാസപ്പെടുന്നേ? 7 ദിവസം. ന്യായമായ ഒരു കണക്ക്, ദിവസ വ്യത്യാസം ഉണ്ടെങ്കിലും എത്ര ആഴ്ചയാ ഒരു മാസം? ന്യായമായിട്ടൊരു കണക്ക് 4 ആഴ്ച. ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞു, വീട്ടിൽ കയറി കൊത്തും പോലെ കയറി ഇടയ്ക്ക് കൊത്തരുത്. ഞാൻ വേറെ ചോദ്യം തരാം, ഞാൻ ഇച്ചിരി കഴിയട്ടെ തരാം. ഞാൻ ഇത് ഇന്ന് ചോദിക്കട്ടെ. അപ്പോൾ എത്ര മാസമാ ഒരു വർഷം? 12. എത്ര ദിവസമാ ഒരു വർഷം? 365 കാലം എന്നൊക്കെ ആ ഒരു ഗണം 365 എന്നെടുത്തു. അപ്പൊ അങ്ങനെ ഒരു വർഷം 365 ദിവസം. അങ്ങനെയാകുമ്പോൾ 80 വർഷം ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസമാ? കൂട്ടിയെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് ഞാൻ കണ്ടു കൂട്ടുന്നത്. ഞാൻ 80 ആന്നല്ലോ 3-4 പ്രാവശ്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നേ. എഴുതാപ്പുറം എന്തിനാ വായിക്കുന്നേ? റിട്ടയർഡ് ആയോ? ഇത്ര വർഷം ഉണ്ട് ഇനി? അതെല്ലാം കൂട്ടി കൃത്യം വെച്ചിട്ടുണ്ടല്ലോ, ഇതൂടെ കൂട്ടിക്ക് 29,200. അപ്പം ന്യായമായ ഒരു കണക്കാ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 വർഷം ജീവിക്കാൻ ദൈവം അവസരം തന്നാൽ 29,200 ദിവസം. നമുക്ക് ഒരു ധാരണയ്ക്ക് വേണ്ടി 30,000 ദിവസം എന്നെടുത്തു. ഒരു കണക്കിന് 800 ദിവസം കൂടെ അല്ലേ? 30,000 വന്നങ്ങ് എടുക്ക. ഈ 30,000 ദിവസം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ, ന്യായമായ ഒരു ചെറിയ കണക്ക് പറയാ, ഏറ്റക്കുറച്ചിൽ വരാം, ക്ഷമിച്ചോണം. ഈ 30,000 ദിവസക്കണക്ക് വെച്ച് നോക്കുമ്പം അതില് ഈ ഡോക്ടർമാര് ചിലര് പറയുന്നത് കുറഞ്ഞത് ഒരു 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. 6 ചിലര് പറയുന്നെങ്കിലും മിക്കവരും പറയുന്നത് 8 മണിക്കൂർ. നിങ്ങൾ അത്ര അല്ലെന്നുള്ളത് എനിക്കറിയാം. ചിലര് നന്നായിട്ട് സമയം എടുത്ത് ഉറങ്ങുന്നുണ്ട്. അത് തീരാഞ്ഞിട്ട് പിന്നെ ഇവിടെയും വന്നിരുന്ന്, അപ്പം ഇവിടുത്തെ നമുക്കങ്ങ് വിടാം. അപ്പൊ 8 മണിക്കൂർ വെച്ച് 24 മണിക്കൂർ ആകുമ്പം എന്തുവാ കൂട്ടുന്നിരുന്ന്? നമ്മൾ കൊടുത്തതാണോ കൂട്ടാൻ? ഇല്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം 3-1 ഉറങ്ങാൻ തീർന്നു. 24 3-1 ഉറക്കവാ. അങ്ങനെയാകും 30,000 ദിവസത്തിൽ ഉറങ്ങുന്നത് എത്ര ദിവസമാ? 10,000 ദിവസം ഉറങ്ങുക. അല്ലെ, വേല ചെയ്യുന്നുണ്ടോന്ന് തന്നെത്താൻ ചിന്തിക്കാൻ ഞാനൊരു കണക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നെയും കൂടെ പ്രതിയാക്കിയ. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്നത് ഗുണമായി വരട്ടെ. അതിനാ ഈ യോഗം അങ്ങനെ ഒരു ഗുണമാകട്ടെ. 80 വർഷം ജീവിക്കുന്ന വ്യക്തിയുടെ കാര്യമാ.
ആ 80 വർഷം ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിച്ചാൽ അതിൽ 30,000 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. 29,230 എന്നൊരു കണക്കങ്ങ് പറയുക. അതിൽ 1/3 ഉറങ്ങാൻ സമയം മാറ്റുമ്പം 10,000 ദിവസം ഉറങ്ങി തീർത്തു. പോയിട്ട് എത്രയുണ്ട്? 20,000 ദിവസം. അതില് സാധാരണ ഒരു ന്യായമായ കണക്കായി പറയുന്നത് ഒരു ദിവസം 3 നേരം ആ ഭക്ഷണം കഴിക്കുന്നത്. ചിലര് 4, 5 നേരം കഴിക്കുന്നവരുണ്ട്. ചിലര് ഉമ്മ ആട് നടക്കുന്നത് പോലെ കഴിച്ച് നടക്കുന്നവരും ഉണ്ട്. നല്ല ഭക്ഷണവും വിഭവസമൃദ്ധമൊക്കെ ആണെങ്കിലേ ആസ്വദിച്ചും രുചിച്ചും അഭിപ്രായം പറഞ്ഞുമൊക്കെ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കാം. കല്യാണത്തിന് അന്ന് അത്ര ഒന്നും അല്ല. വിവാഹ ശുശ്രൂഷ പെട്ടെന്ന് നിർത്തിക്കോണം. പക്ഷെ പിന്നെ ചെല്ലുമ്പോ മുതലേ തീറ്റയാണല്ലോ. വറുത്ത് വെച്ചത് 3-4 ടൈപ്പ്, പിന്നെ 10-12 ടൈപ്പ് ജ്യൂസ്, അത് എല്ലാത്തിനും അങ്ങ് കുടിച്ച് കന്ന് വെള്ളം കുടിക്കും പോലെ നിന്ന് അങ്ങ് കുടിക്കുക. എല്ലാത്തിനും ദീനോവാ. എന്നിട്ട് ഈ വിവാഹ ശുശ്രൂഷ ഇടയ്ക്ക് പിന്നെ ഇറങ്ങിച്ചെന്ന് ഞാൻ ആ ചുമന്നതൊന്ന് കുടിച്ചു വരട്ടെ. അങ്ങനെ അതിനായിട്ട് തന്നെ വരുന്ന ആൾക്കാരും ഉണ്ട്. അതിനായിട്ടല്ലോ എന്ന് വചനത്തിൽ എഴുതിയതുപോലെ. പിന്നെ നന്നായിട്ട് കഴിക്കുന്നവരുണ്ട്. കഴിക്കാനാണല്ലോ ഉണ്ടാക്കിയത്. അങ്ങനെ ഈ 80 വർഷത്തില് ഈ 30,000 ദിവസത്തിന്റെ കണക്കെടുത്ത് കഴിക്കാൻ തന്നെ ഒരു 10,000 ദിവസം പോയിട്ട് എത്രയുണ്ട്? 10,000 ഉറങ്ങി തീർന്നു, 5,000 കഴിക്കാൻ എടുത്തു. 15 ഉണ്ട്. എല്ലാവരും അല്ലെങ്കിലും പലരും ഒരുങ്ങാൻ എത്ര നേരം എടുക്കും? ചിലർ പറയല്ലേ, പിന്നെ മെരിക്കുട്ടി പെട്ടെന്ന് പാപ, ഇതൊക്കെ നേരത്തെ പറയണം എനിക്ക്. നമ്മുടെ ഷിബു പാസ്റ്ററുടെ അപ്പച്ചനും അമ്മച്ചും നല്ല മനുഷ്യരാ. കൊച്ചമ്മ, സാറാമ്മ കൊച്ചമ്മ. അപ്പം ഒരിക്കലും സുശേഷ അവര് സഭയെന്ന് പോകുന്നത് കൊച്ചമ്മ ഇച്ചിരി താമസിച്ചു. പുള്ളി നല്ല കർക്കശക്കാരനാണ്, നല്ല കണിശക്കാരനാണ്. പറഞ്ഞ സമയത്ത് കൊച്ചമ്മ ഒരുങ്ങിയില്ല. അച്ചായൻ ഓടി വന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി എടുത്തന്ന് കൊച്ചമ്മ അന്നേരം ബായി കൂടെ, അച്ഛാ ഞാനും വരുന്നുണ്ട്. പുള്ളി പറയാ, നിന്നെ ഈ വേലയ്ക്ക് വിളിച്ചതല്ലെന്ന്. പുള്ളി അങ്ങ് പോയി. 2 വർഷം ഉണ്ട്. പിന്നെ ഷൂപാസ്റ്റ് ആ പുറകെ കൊണ്ടുപോയി. പുള്ളി അങ്ങനത്തെ കർക്കശക്കാരനാ. അപ്പൊ ഒരുങ്ങാൻ ഇച്ചിരി ഏറെ സമയം പുരുഷന്മാരെക്കായാലും കുറച്ചുകൂടെ സമയം സ്ത്രീകൾക്ക് ആവശ്യമാണ്. ഇപ്പൊ അതെല്ലാം തിരിഞ്ഞു മറിഞ്ഞപ്പോ പുരുഷന്മാർക്കാ കൂടുതലും. ഒത്തിരി എനിക്കറിയാം. കാറിൽ ഇറങ്ങുമ്പോൾ കണ്ണാടി നോക്കി, പിന്നെ നോക്കി. ഒരു ഉപദേശിയുടെ കാറ് ഒരിക്കൽ ഞാൻ കയറി, പേരും സ്ഥലവും ഒന്നും പറയത്തില്ല. എന്തെല്ലാം സാധനങ്ങളാ അതിനകത്ത്, എന്തെല്ലാം ക്രീം തന്നെ പലത്, ഇഷ്ടം പോലെ. ഈ പൊടിയുണ്ടല്ലോ, എന്തുവാ അതിന് പറയുന്നേ, അതെല്ലാം തേച്ചെല്ലാം എന്ത് സെറ്റ് ചെയ്താ. അപ്പൊ എന്ത് വീണ്ട സമയം എടുക്കുന്നു ഒരുങ്ങാനേ. കുളിയും തേവാരവും ഒരുക്കവും പിന്നെ യാത്രയും ഇതെല്ലാം കൊണ്ടൊന്ന് കണക്കെടുത്തേ. ഞാൻ ന്യായമായിട്ട് അതെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ ഈ 80 വർഷത്തില് 30,000 ദിവസത്തില് പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനും മിക്കവരും 5,000 ദിവസം പോലും എടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ നിന്ന് അവസരം കിട്ടുമ്പോൾ പറഞ്ഞത്, ഞാന് 50 വർഷമായി ഞങ്ങള് പണ്ട് ചങ്ങനാശ്ശേരിയില് സഭായോഗം കൂടിയപ്പോഴേ, അന്ന് ബഹുമാനപ്പെട്ട CB ജോൺ അച്ചായനും ഉണ്ട്. അച്ചായൻ അടുത്ത സമയത്താ കടന്നുപോയത്. അപ്പം
വന്ന ഉപദേശിയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഒരാൾ അവിടെ ഗസ്റ്റായിട്ട് വന്നു. സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞാന് 40 വർഷം, അന്ന് പറഞ്ഞതാ, 40 വർഷമായി കർത്താവിന്റെ വേല ഫുൾ ടൈം ചെയ്യുക. എല്ലാവരും കരമൊക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. പിന്നെ വാക്യമെല്ലാം വായിച്ച് അദ്ദേഹത്തിന് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് നന്നായി ശുശ്രൂഷിച്ചു. അപ്പം അദ്ദേഹം സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ദൈവം എനിക്ക് 12 മക്കളെ തന്നു, ആണും പെണ്ണും. അത് അവരെ എല്ലാം വളർത്തി പഠിപ്പിച്ച് പ്രാപ്തരാക്കാൻ ദൈവം കൃപ നൽകി. അവർക്കെല്ലാം നല്ല ജോലി, കുടുംബജീവിതമായി, കൊച്ചുമക്കളും ഇത്രത്തോളം ഉണ്ട്, കണക്കുമൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവം ഇതുവരെ നടത്തി. ഇതെല്ലാം പറഞ്ഞ് നല്ല ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരച്ചായനുണ്ട്. അച്ചായന് അതൊക്കെ പുള്ളിയുടെ അപ്പൊ അച്ചായൻ അങ്ങോട്ട് ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി വീട്ടിനകത്ത് വീഴാൻ പോവാണ്. പുള്ളി എന്ന് വെച്ച് പറഞ്ഞു, അല്ല അവിടെ പറഞ്ഞു 40 വർഷമായിട്ട് വേല. അപ്പൊ അതിനിടയ്ക്ക് 12 പിള്ളേരെ ജനിപ്പിച്ചു, വളർത്തി, പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രസവവും ഒക്കെ എടുത്തു. അതല്ല, അപ്പൊ ഇതിനിടയ്ക്ക് എപ്പോഴായി വേല ചെയ്യാൻ വീട്ടിനകത്തായി. അപ്പൊ പുള്ളി അതിന് മറുവശവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇനിയും എവിടെയെങ്കിലും ചെന്ന് പറയുമ്പോൾ 40 വർഷം ഫുൾ ചെയ്തെന്നൊന്നും പറയണ്ട, 40 വർഷമായിട്ട് എന്നാലാവും വിധമൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല, ന്യായമായിട്ട് ചിന്തിച്ചാൽ അതല്ലേ? ബന്ധു വീട്ടിൽ പോവുകയും ചടങ്ങിന് പോവുകയും അതിനെല്ലാം വേണ്ട സമയം നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് എന്തോ സമയം എടുക്കുന്നു. ഞാൻ എന്നെ പ്രതിയാക്കിയ ആരെയും താഴ്ത്തിക്കെട്ടാനോ കൊച്ചാക്കാൻ പറഞ്ഞതല്ല. നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു. എന്റെ പ്രിയരെ, അത് 80 വർഷം വിശ്വാസത്തിൽ നിൽക്കുന്നവരുടെ കാര്യമായി പറഞ്ഞേ. ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിന്റെ മധ്യാഹ്നത്തിലായ യേശുവിനെ അറിഞ്ഞേ. ചിലര് ജീവിതത്തിന്റെ സായാഹ്ന വേളയിലായ യേശുവിനെ അറിഞ്ഞേ. ചിലര് യൗവനമെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഒത്തില്ല. അങ്ങനെ വെക്കുമ്പോ 5000 ദിവസവും ഇല്ല. അങ്ങനെ കണക്കെടുത്താൽ 80 വർഷം പൂർണ്ണമായിട്ടുള്ളവരുടെ കാര്യമാ ഞാൻ ഈ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും ഒന്ന് ശോധന ചെയ്തേ. നമ്മൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവസന്നിധിയിൽ ഇരിക്കാനും ലഘുലേഖ കൊടുക്കാനും സുവിശേഷം പറയാനും കൂട്ടായ്മയ്ക്ക് പോകാനും ഒക്കെ എന്തോ സമയം നമ്മൾ എടുക്കുന്നു. ഇന്ന് പകൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, കർത്താവേ, ലഭിച്ച വർഷമൊക്കെ ഞാൻ പലതും നഷ്ടപ്പെടുത്തി. ഇനി ഈ ഭൂമിയിൽ ആയുസോടെ ദൈവം എന്നെ വെക്കുന്നെങ്കിൽ, ഞാൻ ഇരിക്കുന്നെങ്കിൽ എന്നാലാവും വിധം എന്റെ സമയം നഷ്ടപ്പെടുത്തി കളയാതെ, എന്റെ ദിവസം നഷ്ടപ്പെടുത്തി കളയാതെ, എനിക്ക് അവിടുന്ന് തരുന്ന മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി കളയാതെ എന്റെ കർത്താവിന് വേണ്ടി അവൻ ആവോളം പ്രവർത്തിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ വേണം ഈ പകൽ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ. കാലമേറെ ചൊല്ലുവാനില്ല നാളെയെന്നത് നിനക്കുള്ള, കാലമേറെ ചൊല്ലുവാനില്ല നാളെയെന്നത് നിനക്കുള്ള. ഓ കാലത്തികവിൽ കാന്തൻ വന്നീണു, കാത്തിരിക്ക വിശൂല മിയാളെ. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നിശൂലമിയാളെ. രാമും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി, ജൂലമിയപ്പോൾ കാത്തിരിക്ക നീ കാന്തൻ വരുമേ. ഉണരുസിയോനേ, ജൂലമിയപ്പോൾ കാത്തിരിക്ക നീ കാന്തൻ വരുമേ. ഉണരുസിയോനേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി ലഭിക്കുന്ന ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇനി ലഭിക്കുന്ന മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തരുത്. ദൈവം നമുക്ക് തരുന്ന ആയുസ്, ദൈവം നമുക്ക് തരുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തരുന്ന നന്മ, അതെല്ലാം നമ്മളാലാവും വിധം കർത്താവിന് പ്രയോജനമുള്ളതാക്കാൻ ഇന്ന് പകൽ ഒരു സമർപ്പണത്തോടെ വേണം തിരിച്ചു പോകാൻ.
അടുത്തിരിക്കുന്ന ആരെയാ നോക്കണ്ട, അടുത്തിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണ്ട, മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ്, അവസരം, സമയം, മണിക്കൂർ, നന്മ എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തുവാൻ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് മകളൊരു സമർപ്പണത്തോടെ ഒരു തീരുമാനത്തോടെ തിരിച്ചു പോകണം, ഒരു പ്രതിഷ്ഠയോടെ തിരിച്ചു പോകണം, ഒരു സമർപ്പണത്തോടെ തിരിച്ചു പോകണം. ഹല്ലേലൂയ. ഞാൻ ഓടിച്ച ഭാഗം അങ്ങ് വിടാം. അപ്പൊ ഇവര് പറയുക, ഒന്ന് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത്, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാൽ. ഞാനൊരു കാര്യം പറയാം, നിന്റെ കാര്യമെല്ലാം മാറ്റിയിട്ടിട്ട് നീ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ നിന്റെ കാര്യമെല്ലാം ദൈവം നോക്കിക്കോളും. ഈ യസൻപുരത്ത് ഒരു കോരച്ചാൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. കോരച്ചൻ യസൻപുരം, നല്ല മനുഷ്യൻ. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 11 or 12 മക്കളാണ്. കോരച്ചന്റെ ഒരു പെങ്ങളുണ്ട്, അൺമാരിയഡ്. കൊച്ചപ്പൻ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലൊരു അമ്മ, മൂത്ത പെങ്ങളാണ്. അപ്പോഴ് യസൻപുര സഭയുടെ ആരംഭകാലത്ത് വളരെ തീഷ്ണതയുടന്ന കുടുംബം. ഒറ്റ സഹായകം വന്നു, ഒരു സഹായകം വന്നു. ഒരിക്കല് കന്നാലി ഒരു പശു ചന നിറഞ്ഞു. കന്നാലി അവളത് കൊച്ചമ്മ ഞായറാഴ്ച രാവിലെ പശു പ്രസവിക്കാതെ സഹായവും മുടക്കിയിട്ടുള്ള അന്നേരം കൊച്ചമ്മ പറഞ്ഞു, അയ്യോ പശു പ്രസവിക്കുന്നുള്ളത് ഉറപ്പാണ്, കാലെങ്ങാനും ചാണകത്തിരിക്കാത്ത കൊച്ചമ്മ പറഞ്ഞു, ഈ പറഞ്ഞോളാം. നിർത്തിയില്ല. ഓരോച്ചനെ സമാജത്തിന് വേറെ ഓരോച്ചനെ പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞങ്ങൾ കർത്താവെ സഹായത്തിൽ പോവുക, മൃഗസമ്പത്തും തന്നെ. ഇവര് സഭായത്തിന് വന്നു കൂടി. അല്പം കഴിഞ്ഞപ്പം ഇലക്ഷന്റെ സമയം ഓരോച്ചന്റെ വീട്ടിലോട്ട് പാർട്ടിക്കാർ വരിക. കാരണം എത്ര ഓട്ടമുള്ളതാണ്. 10-12 പേര് ഗാന്ധിക്കാത്തൊരു ബന്ധങ്ങളും അച്ചായനും കൊച്ചനും എത്ര ഓട്ടം. അവര് നേരെ ഓരോത്തിന്റെ വീട്ടിലോട്ട്, സ്ത്രീകളുമുണ്ട് പുരുഷന്മാർ 5-6 പേര് അങ്ങോട്ട് വന്നിട്ട് ഭൂഷൺ മാറ്റി പശുവിന്റെ കാര്യം, കിടാവിന്റെ കാര്യം സഹായം. എന്ന് പറഞ്ഞ കൊച്ചമ്മ ആദ്യം എല്ലാവരും തന്നെ കാര്യമില്ല, സഹായം പറഞ്ഞു. കൊച്ചമ്മ ഞാൻ കൊച്ചുകൂടെ ഇവിടെ നിൽക്കാൻ ഇഷ്ടമെന്ന് അവര് ചെയ്ത് പുസ്തക വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ടല്ല. നമുക്ക് ആ വിഷയം വിട്ടേക്കാണ്. നിന്റെ കാര്യമൊക്കെ ദൈവം നടത്തുവെന്ന്. നീ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ, നീ ദൈവത്തിന്റെ കാര്യം അവൻ ക്രമീകരിച്ചാൽ നിന്റെ മുഴുവൻ കാര്യവും ദൈവം നടത്തി തരും. ദൈവം വിശ്വസ്തനാ, ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. നീ വ്യാകുലപ്പെടുന്ന വിഷയം, നിരാശപ്പെടുന്ന വിഷയം, അവൻ മനോവേദനയോടെ വെച്ചിരിക്കുന്ന വിഷയം, അത് തീർത്തു തരുവാൻ, പരിഹരിക്കുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യഹോവയുടെ കാര്യം നോക്കുന്നത് വ്യർത്ഥമല്ല. ദൈവമേ, നിന്റെ കാര്യം ദൈവം നടത്തും. നിന്റെ തലമുറകളുടെ കാര്യം ദൈവം നടത്തും. നിന്റെ ഭവനത്തിന്റെ വിഷയം ദൈവം ഏറ്റെടുക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ദൈവം ഏറ്റെടുക്കും. നിന്റെ ഭാവിയെ ദൈവം ക്രമീകരിക്കും. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ വിടുതൽ നടക്കട്ടെ. വിടുതലിന്റെ വ്യാപാര ശക്തി ഉടമന ജലപടബലപട തിരുവിക ബലപട അത്ഭുതങ്ങളുടെ ദൈവം, അതിശയത്തിന്റെ ദൈവം, ഇന്ന് പകൽ വിടുവിക്കുന്ന ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കും. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവിക വിടുതൽ ഈ പകൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പകൽ വെളിപ്പെടട്ടെ. എല്ലാ കെടുതികളിന്റെ പകൽ അടിച്ചു മാറട്ടെ. ഊടക്കാര അതാലക്കടയ വേദിക്കെട്ടി ഊടക്കലകം തൂവലപക്ഷം അർത്തലവള്ളി വേദിക്കെട്ടി ഊടാവാൻ യേശുവിന്റെ നാമത്തിൽ ദീർഘനാളുകളായി ബന്ധിച്ച ബന്ധനം ഇന്ന് പകൽ അടിയട്ടെ. ദീർഘനാളുകളായി തടഞ്ഞു വെച്ച പോരുകൾ ഇന്ന് പകൽ അടിച്ചു മാറട്ടെ. ഊറവ ശൈതൽ കമനപടമല്ല തിരുവികമലപട അന്തരി വൈശസ് കോടി ബബ നിരാതുരി നിരീതുരി. ഓ ജീസസ്. ദിമനപടബലപടബ തിരുവികമനപടബല അന്തൽ വിരി പ്രബടബലപടബലപടബല വീരവ ശൈതൽ കമനപടബലബല ഊരവ ശൈതൽ കമനപടബലപടബല ദിരപടബലപടബല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി വെളിപ്പെടട്ടെ. നന്മയെ തടയുന്ന പോര് അടിഞ്ഞു മാറട്ടെ. വഴികൾ ഇന്ന് പകൽ തുറന്നു വരട്ടെ. ദൈവം വഴി തുറന്നു തരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. പലവിധ വിഷയത്തിൽ മനോഭാരത്തോടായിരിക്കും വന്നത്. തിരിച്ചങ്ങനെ പോകരുത്. ഇന്ന് രാത്രി, ഇന്ന് പകൽ വിശ്വാസത്താൽ പ്രാപിച്ചു വേണം തിരിച്ചു പോകാൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു വാചകവും നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഇവരുടെ വാക്കുകളെല്ലാം അതികഠിനമാ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. പിന്നെ ഞങ്ങൾ അവന്റെ കാര്യം. ഞാന് ഒരു കാര്യം പറയാം. ഈ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ ഒരു ഈ ഗുണം പിടിക്കാത്ത കുറെ എണ്ണം വന്നില്ലാത്ത പറയുന്നതല്ലേ അല്ലേ? എന്നാലും ശരിയാ. എന്നാലും നമ്മൾ നമ്മുടെ കാര്യം കൂടെ പറ്റാത്ത താൻ്റെ ദൈവം പാതിയെന്നല്ലോ. താൻ ചോദിച്ചാൽ എവിടെ ചോദിച്ചു? ഞാൻ പറഞ്ഞു ഓഫീസ് വേറെ മൊത്തം ദൈവമാണ്. നിന്റെ പാതി ഒന്നും ദൈവത്തിന്, നിന്റെ ഓരോ ഒപ്പീസും ദൈവത്തിന് വേണ്ട. അതിന് ഞാൻ വചനത്തിൽ നിന്നൊരു തെളിവ് തരാം. എപ്പോഴും പറയുന്നതാ. നിങ്ങളാണ് 16-ന്റെ ഒടുവിലും 17-ന്റെ ഒന്നും വായിച്ച ഉൽപ്പത്തി 16-ന്റെ ഒടുവും 17-ന്റെ ഒന്നും ഒരു തെളിവ് തരാം. ആഗാർ അബ്രാമിന് ഇശ്മായിലിനെ പ്രസവിച്ചപ്പോൾ 86 വയസ്സ്. തീർന്നില്ലേ അധ്യായം? അധ്യായം തീർന്നോ? ഇനി അടുത്ത അധ്യായമായിരുന്നു. അബ്രഹാമിന് 99 വയസ്സ്. നിർത്തിക്കേ. 16-ാം അധ്യായത്തിനൊടുവിൽ അബ്രഹാമിന്റെ പ്രായം പറഞ്ഞ് നിർത്തി. എത്രയാ? 86. 17-ന്റെ 1-ൽ അബ്രഹാമിന്റെ പ്രായം പറഞ്ഞു തുടങ്ങി.
അതാ നമ്മൾ ഇന്ന് വരെ നമ്മുടെ കൃത്യം പ്രായം ആരോടും നമ്മൾ ചോദിക്കാണ് എന്തുകൊണ്ട് മാമേ പ്രായം കണ്ടിട്ട് തന്നെ തോന്നുന്നു പാസ്റ്റർക്ക്. അല്ല പാസ്റ്റർമാരോട് ചോദിച്ചാലും പാസ്റ്റർ എന്തുകൊണ്ട് പ്രായം എന്തോ തോന്നും. ഇച്ചിരി കുറച്ച് പറയുന്ന ഒരു പൊടി സുഖമാണ് അതിനാ. അങ്ങനെ ചെല്ലി പറയുമ്പോ ഞാൻ ഒത്തിരി താത്ത് പറയും. ഉടനെ ചിരിച്ചോണ്ട് പറയാം അത്ര ഒന്നും അല്ല, ചില സന്തോഷിച്ചോട്ടെ, വെറുതെ ഇരിക്കില്ലേ. ഇവിടെ 16-ാം അധ്യായത്തിന് ഒടുവിൽ പ്രായം പറഞ്ഞ് നിർത്തി. 17-ന്റെ 1 പ്രായം പറഞ്ഞ് തുടങ്ങി. അതിന് കാരണം ഒത്തിരി വിസ്തരിക്കേണ്ടതാ, എങ്കിലും ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്താം. ഈ ഇശ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സാ? 86. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ഇശ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സ്, ഫുൾ സ്റ്റോപ്പ്. 17-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഞാൻ സർവശക്തിയുള്ള വേദപഠിതാക്കൾ പറയുന്നത് 86, 10, 96, 3, 99, 13 കൊല്ലം. 13 കൊല്ലം ദൈവം അബ്രഹാമിനോട് ഒന്നും മിണ്ടി. ഒരക്ഷരം മിണ്ടി. 13 കൊല്ലം. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എല്ലാ ആഴ്ചയിലും പറയും, കഴിഞ്ഞ ആഴ്ചയും ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം മിണ്ടിയില്ലെന്നുള്ളത് ദൈവത്തിന് അറിയാം. ഞങ്ങൾക്ക് പണ്ടൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ എല്ലാ ഞായറാഴ്ചയും ശബ്ദം കേട്ടു. അബ്രഹാമിനോട് 13 കൊല്ലം ദൈവം മിണ്ടിയില്ല. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം പറയാ, അബ്രാച്ച ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതിന്റെ കാരണം ഈ 85-ാമത്തെ വർഷത്തിൽ കൈക്ക് പിടിച്ച് മിറ്റത്തിറങ്ങി മേപ്പോട്ട് നോക്കാൻ പറഞ്ഞ ആഴ്ചപ്പോട്ട് നോക്കി നക്ഷത്രത്തെ എണ്ണാൻ പറ്റുമോ ഒക്കത്തിൽ ഇതുപോലെ സന്തതിയെ തരുമെന്ന് ദൈവം പറഞ്ഞു. അത് 85-ലാ പറഞ്ഞു. 85-ല് ഈ ശബ്ദമെല്ലാം കേട്ടും നക്ഷത്രമെല്ലാം കണ്ടും അകത്ത് കയറി പുറത്തിറങ്ങി അകത്ത് കയറി ഇതെല്ലാം കണ്ട അവറാച്ചൻ സിസ്റ്റർ സാറാമ്മയുടെ ഇടയ്ക്ക് ചെന്നപ്പം അമ്മാമ അവറാച്ചായന് ഒരു അരമണിക്കൂർ ബൈബിൾ സ്റ്റഡി. ആ സ്റ്റഡിയിൽ അവറാച്ചൻ പെട്ടേച്ച് അമ്മാമ്മ പറഞ്ഞു, എന്നാ നിങ്ങളിങ്ങനെ അകത്ത് കയറി പുറത്തിറങ്ങാൻ പറഞ്ഞു. സാറാമ്മയെ ദൈവം എന്നോട് പറഞ്ഞു കൊച്ചിനെ തരുവാണ് എന്ന് വർത്താനം പറഞ്ഞത്. ഇല്ലടി എന്നോട് ദൈവം പറഞ്ഞു. മനുഷ്യനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തോ പ്രായം ഉണ്ടെന്ന്. നിങ്ങൾക്കിപ്പോൾ 85 ഉണ്ട്, എനിക്കൊരു 75 കഴിഞ്ഞു. നമ്മൾ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. ഉടനെ അവറാച്ചൻ പറഞ്ഞ അല്ല സാറാമ്മ ദൈവം എന്നോട് പറഞ്ഞു തലമുറയെ. അപ്പൊ സാറാമ്മയുടെ ക്ലാസ് ഒരു കാര്യം ചെയ്യും, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കല്ലേ കൊച്ചിനെ കിട്ടുമെന്ന് പറഞ്ഞു. ഒരു കാര്യം, എന്റെ ദാസി ഹാഗാർ കൂടാരത്തിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അബ്രഹാം സാറായിയുടെ വാക്ക്. അങ്ങനെ ഒരു വാക്യമില്ലേ? വായിച്ചേ ദൈവദാസി, വായിച്ചേ. അമ്മാമേ അത് എത്രാമത്തെ വാക്യമാണ്? ദൈവത്തിന് മഹത്വം. വളരെ സന്തോഷം വായിച്ച് സഹായിച്ചതും. ദൈവത്തിന് മഹത്വം. അബ്രഹാം സാറായുടെ വാക്ക് എത്ര? 16-ന്റെ 3, 2, 3. 15-ാം അധ്യായത്തിൽ ദൈവം വളരെ കൃത്യമായി പറഞ്ഞതാ, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്. അതനുസരിച്ചില്ല.
സാറാമ്മയുടെ വാക്ക് അനുസരിച്ചു. അപ്പൊ ദൈവം തീരുമാനിച്ചു, എന്നാ ഇനി ഇവനോട് മിണ്ടിയിട്ടും വലിയ 13 കൊല്ലം മിണ്ടി. അക്ഷരം മിണ്ടി. നീണ്ട 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവറാച്ചന് 99 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടേക്ക് പറഞ്ഞു, അവറാച്ച ഞാൻ സർവശക്തിയുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം 85-ാമത്തെ, ഞാൻ സയൻസ് ഒന്നും പഠിച്ചതല്ല, ശരീരശാസ്ത്രം ബയോളജി ഒന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ബയോളജിയുടെ മാർക്ക് ഞാനിപ്പം പൊതുവെ പറയുന്നുമില്ല. പറയണോ മോനെ? വേണ്ട. അപ്പം എങ്കിലും 85-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്നപ്പോൾ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിൽ അതിനുള്ള ശക്തിയും ആരോഗ്യവും ശരീരബലവും അതിനുള്ള എല്ലാ ശേഷിയും അബ്രഹാമിനുണ്ട് 85 വയസ്സിൽ. അതുകൊണ്ടാണല്ലോ ഇസ്മായിൽ ജനിച്ചത്. എന്നാൽ പിന്നെ ഒരു 13 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ഇടപെട്ട്. ഈ വേദപഠിതാക്കളും കൂടെ പറയുന്നത് 13 കൊല്ലം കഴിഞ്ഞപ്പം അവറാച്ചന് 99 വയസ്സായപ്പോൾ അവറാച്ചന്റെ ശക്തിയും ഓജസ്സും കഴിവും ആരോഗ്യവും ബലവും എല്ലാം ക്ഷയിച്ചു. എല്ലാം ക്ഷയിച്ചെന്ന് അവറാച്ചനും മനസ്സിലായി. അന്നാരും ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാനത് ഇങ്ങനെ അങ്ങ് പറയാം. ദൈവം പ്രത്യക്ഷപ്പെട്ട ചോദിക്ക, അവറാച്ച പഴയ ആരോഗ്യം ബലവും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ശരീരം ഇറയ്ക്കുന്നു. വടിയുടെ സഹായമില്ലാതെ ഞാനങ്ങ് എന്റെ ഭാവനയാണ്. പഴയ ശക്തി ഒന്നുമില്ലല്ലോ? ഇല്ല. പഴയ ബലമൊന്നുമില്ലല്ലോ? ഇല്ല. പഴയ പ്രസരിപ്പൊന്നുമില്ലോ? ഇല്ല. ശക്തി എല്ലാം പോയോ? ഉവ്വ് കർത്താവേ, എന്റെ ശക്തിയും എന്റെ കഴിവെല്ലാം പോയി. അതുകൊണ്ട് ദൈവം പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാ എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തിയില്ല, കഴിവില്ല, സാമർഥ്യമില്ല, വൈഭവമില്ല, എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമ്മതിക്കുമ്പോൾ, നീ സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി സർവശക്തൻ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എനിക്ക് കഴിവില്ലെന്ന് സമ്മതിക്കുമ്പോൾ, എന്നെ കൊണ്ട് ഒക്കത്തില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല കർത്താവ് എന്ന് പൂർണ്ണമായി സമ്മതിച്ചാൽ ഇന്ന് പകൽ വേളയിൽ സർവശക്തൻ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങും. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങും. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ പാതയിൽ കൃപയോന്നൻ ചെയ്യാം. ഹല്ലേലൂയ. കൃപ ആമേ. വൈരികൾ ഓ എതിരുയർ നാളോ ആമേ. വൈരികൾ ഓ എതിരുയർ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ പ്രിയരെ, നമ്മുടെ ശക്തി ചോരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങും. നമ്മുടെ ബലം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ബലവാനായിട്ട് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും നഷ്ടമൊന്നുമല്ല. അങ്ങനൊന്നും പറയരുത്, അങ്ങനെ മിണ്ടുകയേ ചെയ്യരുത്. ഞാന് അഹങ്കരിച്ചൊന്നും പറയല്ല, തെറ്റിദ്ധരിക്കരുത്. വളരെ ഭയത്തോടെ ദൈവകൃപയെ ശരണപ്പെട്ട് പറയട്ടെ. എനിക്ക് എൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ നോക്കുന്നതിലും കൂടുതൽ ഞാൻ കർത്താവിൻ്റെ കാര്യമാണ് നോക്കുന്നെന്ന്
വളരെ എന്നാലാവും വിധം പ്രാഗൽഭ്യത്തോടെ പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയും മണ്ടത്തരമാ കാണിക്കുന്ന, അബദ്ധമാ, അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ. അതൊക്കെ അവതരിക്കട്ടെ. സ്തോത്രം. എന്നിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ലെന്നുള്ളതാണ്. ഉറങ്ങുന്നത് വളരെ കുറച്ച് മണിക്കൂറേ ഉറങ്ങുകയുള്ളൂ. നിങ്ങളും പലരും അങ്ങനെ. സ്തോത്രം. വളരെ. നാളൊരാൾ പറഞ്ഞു മിക്കവാറും ഇതിന് സാധ്യതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടല്ലോ ഭ്രാന്ത്, ഇല്ലേ? എല്ലാവർക്കും ഇടിക്കുന്ന എല്ലാത്തിനും ഭ്രാന്തുണ്ട്. സകല മനുഷ്യന്റെയും ഹൃദയത്തിൽ, അങ്ങനെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ചില പിള്ളേർ ചുണ്ടി എടുക്കുമ്പോൾ അമ്മമാരെ കൊച്ചെ ഞാൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമുക്ക് ചോദിച്ചാൽ കൺട്രോൾ തന്ന് ഇവിടെ ഇരുത്തിയിരിക്കുക. കൺട്രോൾ പോകാറുണ്ട്. ഇങ്ങനെ വല്ല ഇത്ര നേരം ഇരിക്കുമോ ഇവിടെ? എല്ലാത്തിനും ഉണ്ട് ഭ്രാന്ത്. കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തണം. അതേതെങ്കിലും വിധത്തിൽ സുവിശേഷത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. അത് ചെലവഴിക്കുന്ന അബദ്ധമല്ല, വ്യർത്ഥമല്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും കറുപ്പുടുക്കുക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഉപവാസമാണ്. നീ പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്ന നഷ്ടമൊന്നുമല്ല. മറ്റുള്ളവർ ചിലപ്പോൾ പഠിക്കുമായിരിക്കും, ദൂഷിച്ച് അതവിടെ നിൽക്കട്ടെ. അവൻ ദൈവസന്നിധിക്ക് മുഴങ്കാലം അടക്കി വേറിട്ടിരിക്കുന്ന നഷ്ടമല്ല. കറുപ്പുടുക്കുന്നതിനാലും അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന്, പിന്നെ അഭ്യുദയം പ്രാപിക്കുന്നു. പിന്നെ ആടെ താഴോട്ട് ഞാൻ അധികം വായിക്കുന്നത് ശിക്ഷ ഒഴിഞ്ഞ് യഹോവ ഭക്തന്മാർ. അന്ന് ഭക്തന്മാര് സംസാരിച്ചതല്ല ഇങ്ങനത്തെ കാര്യമാണ്. ദൈവത്തിന് മഹത്വം. എന്നാൽ അങ്ങനെ ദൈവമക്കൾ സംസാരിക്കരുത്. ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, കാര്യം നോക്കുന്നത് വ്യർത്ഥം, ഉപവസിക്കുന്നത് അബദ്ധം, ദുഷ്പ്രവർത്തിക്കാൻ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക് ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ പറയരുത്. ബാക്കി നമുക്ക് വൈകിട്ട് നിൽക്കാം. നമ്മൾ പറയേണ്ടത് എങ്ങനെയാന്ന് ഞാനൊരു ചെറിയ മോഡല് പറഞ്ഞു തരാം. വായിച്ചേ. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് അറിവുള്ള വാക്യമാ. വായിരു. മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഓടിച്ചു വായിരു. അടുത്തത് അസാറാബുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി. അടുത്തത് ഒരുത്തനോടൊരുത്തൻ. ഇങ്ങനെ പറയേണ്ടത്. മലാഖി 3:13 മുതൽ പറയരുത്. പറയേണ്ടത് യെശയ്യാപ്രവചനം 6:2-3 വായിക്കുന്നത് പോലെ ഒരുത്തനോടൊരുത്തൻ പറയണം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവമക്കൾ തമ്മിൽ കൂടുമ്പോ പറയണം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ദൈവമക്കൾ കൂടുമ്പോ പറയണം നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാ. ദൈവമക്കൾ കൂടുമ്പോ പറയണം ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഒരുത്തനോട് ഒരുത്തൻ പറ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം നിന്നെ വിടുവിക്കും, എന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ഒരുത്തനോട് ഒരുത്തൻ. അന്യോന്യം ധൈര്യപ്പെടുത്ത്, അന്യോന്യം ധൈര്യപ്പെടുത്ത്, അന്യോന്യം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം വിടുവിക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുള്ളൂ? നമ്മുടെ ദൈവം എല്ലാറ്റും മേലും മേലായ നാമമുള്ളവൻ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഞാന് വളരെ താമസിച്ചു വന്നു. കുറച്ചുകൂടെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്, വൈകിട്ട് പറയാം. അല്ലാതെ ഞാൻ നിന്ന് പറഞ്ഞാൽ നിങ്ങള് എന്റെ മുഖത്ത് നോക്കി ഒന്നും പറയത്തില്ല. എന്നാലും നിങ്ങൾ പറയും അയാളെങ്ങാണ്ടെല്ലാം ചാക്കാലയ്ക്കും അടിയന്തരത്തിനും പോയേച്ചേ താമസിച്ചു വന്നേച്ച് മനുഷ്യനെ എല്ലാം വിട്ട് മെനക്കെടുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ വായിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ വൈകുന്നേരം നമുക്ക് ദൈവദാസൻ ഏറെ സമയം തന്നാൽ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ മരണം നമുക്ക് ഒന്നിച്ചു കൂടി ഇതിന് ശേഷമുള്ള ഭാഗം ദൈവകൃപയെ ശരണപ്പെട്ട് ഇതുപോലെ നമുക്ക് വചനം ധ്യാനിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർക്കശമായി പറയാം, നമ്മുടെ വായിന്ന് ദുർവർത്തമാനം ഒന്നും വരരുത്. വിശ്വാസത്തിന്റെ വാക്കേ വരാവൂ. നിരാശയുടെ ഒരു വാക്കും വരരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം.
പാട്ടിന്റെ 2 ചരണം ഒന്ന് പാടിക്ക്. കെറുബുകൾ സറാബുകൾ ദൂതരിവ, കെറുബുകൾ സറാബുകൾ ദൂതരി, സ്വർണ്ണകാകളക്കാരത്തിലെന്തിയ വിശുദ്ധഗീതങ്ങൾ, അവേ സ്വർണ്ണകാകളക്കാരത്തിലെന്തിയ വിശുദ്ധഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ. യോഗന വെളിപ്പാടിൽ കണ്ടവർ മേഘരൂഢരായ, യോഗന വെളിപ്പാടിൽ കണ്ടവർ മേഘരൂഢരായ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി. ഓരേറ്റിന്റെ ശ്വാസം ലഭിക്കുവാൻ ചെവി ബോധിക്കുന്നു ഗ്രഹമായി, ഏറ്റിന്റെ ശ്വാസം ലഭിക്കുവാൻ ചെവി ബോധിക്കുന്നു ഗ്രഹമായി, കേൾപ്പാൻ കേൾപ്പാൻ ബോധിക്കുന്നു ഗ്രഹമായി, കേൾപ്പാൻ കേൾപ്പാൻ ബോധിക്കുന്നു ഗ്രഹമായി. ആർത്തുപാടുന്നോർത്തു കേൾക്കുവീൻ, ആർത്തുപാടുന്നോർത്തു കേൾക്കുവീൻ. ഓ വലിയ പെരുവെള്ളത്തിനിരച്ച് കൊത്തതാ പോലി, ഓ വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാ പോലി. വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ. യോഗന വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായ, യോഗന വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദൈവം എന്ന് വെച്ചാൽ വൈകുന്നേരം കൂടാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധന്റേതായ പദ്ധതി തന്റെ ഭക്തനെ ദൈവം കരങ്ങളിൽ വിനിയോഗിച്ച് ഓർത്തൊരിക്കലൂടെ ദൈവത്തിന്റെ സ്തുതി പാടാം. വളരെ വ്യക്തമായി ഭക്തൻ ഓർപ്പിച്ചതുപോലെ കൃത്യം 6 മണിക്ക് തന്നെ കർത്താവിന്റെ കാളം ധ്വനിക്കാൻ താമസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ച പാട്ടുപാടി 6:30 തന്നെ ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി അവസരം വേർതിരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനനുസരിച്ച് വേഗത്തിൽ കടന്നു വരിക. നമ്മെ ഒരുമിച്ച് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഭക്തന്മാരെയും ദൈവം ബലപ്പെടുത്തട്ടെ. വിശേഷ കർത്താവിന്റെ ദാസനെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മാംസം ചുരുക്കമായി പ്രാർത്ഥിക്കാം. പ്രകാരം ഓരോ ചൂടുകൾ വെക്കുവാൻ തക്കണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവകൃപയിൽ മറിക്കണം. വൈകിട്ട് ഞങ്ങൾ തക്ക സമയത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ നിയന്ത്രിച്ചാട്ട് തക്ക സമയത്ത് എല്ലാവരും കടന്നു വരുവാൻ വേണ്ടുന്ന കൃപ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം, കൃപയിൽ മറയ്ക്കണം, ചോദിച്ചാലും നന്മളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നു വന്ന ജനത്തോടും ദൈവം ശുശ്രൂഷിച്ച കർത്തവൃത്തിയോടും കൂടെ ഇന്ന് തന്നെ കർത്താവിന്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഈ പകലിൽ ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.